പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്ര കർക്കിടക ബലിതർപ്പണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാൻഡ് ബാഗ്സ് പരിസരത്ത് വെച്ച് നടത്താറുള്ള കർക്കിടക വാവ് പിതൃബലി തർപ്പണം ഇതിൻ്റെ മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 500 പേർക്ക് ഒരു തവണ ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കിയത്. 5000 പേരെ ഞങ്ങൾ ആകെ കാണുന്നുണ്ട്. ഈ കർമ്മം ചെയ്തതിന് ശേഷം കടലിൽ നിമജ്ജനം ചെയ്യുമ്പോൾ ഇതിനാവശ്യമായ സുരക്ഷ, അതിശക്തമായ സുരക്ഷ ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, നാടൻ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങിക്കൊണ്ടുള്ള സുരക്ഷ, അതുപോലെ തന്നെ വടകര പോലീസിൻ്റെ സുരക്ഷ, അതുപോലെ കോസ്റ്റൽ ഗാർഡിൻ്റെ സുരക്ഷ, പോലീസ് സ്റ്റേഷൻ്റെ സുരക്ഷ, ലൈഫ് ഗാർഡിൻ്റെ അപേക്ഷ നാം DTPCക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, അവരനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ശക്തമായ സുരക്ഷ ഈ കാര്യത്തിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുന്ന് അത് കഴിഞ്ഞ് കുളിക പ്രത്യേക സൗകര്യം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഷവർ ബാത്ത്, പ്രത്യേക ഷവർ ബാത്ത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അവിടുന്ന് കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് എത്തി അത് പൂർത്തീകരിക്കണമെങ്കിൽ അവിടെ ക്ഷേത്രത്തിൽ ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ക്ഷേത്രത്തിലെത്താൻ ഫ്രീ ആയ വാഹനങ്ങൾ അവിടുന്ന് സ്റ്റാൻഡ് ബാഗ്സിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുള്ള പുറങ്കര ശ്രീ ക്ഷേത്രത്തിലെത്താൻ ഫ്രീ വാഹനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തി അതിൻ്റെ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം രാവിലത്തെ പ്രഭാത ഭക്ഷണം അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാനുള്ള ഒരു പ്രധാന കാരണം സൂചിപ്പിക്കുന്നത്, ഓരോ വർഷം കഴിയുന്തോറും അവിടെ ആളുകൾ കൂടി വരികയാണ്. നമ്മൾ തുടക്കത്തിൽ 1100 ആളെ വെച്ചാണ് നമ്മളത് ചെയ്തത്. ഇന്നിപ്പോൾ 4000, 3600, 3800 ആൾ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ട്. 4500, 5000 ആളുകൾ ഇത്തവണ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്ന കർമ്മത്തിലുള്ള വിശ്വാസവും അതിശക്തമായ സുരക്ഷയുള്ള വിശ്വാസവുമാണ് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ സാധിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന സ്ഥലം, കിഴക്ക് ഭാഗത്തുള്ള പുഴയും പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലും സംഗമിക്കുന്ന ആ മണൽത്തിട്ട, പരിപാവനമായ ആ കർമ്മം ആ മണൽത്തിട്ടിൽ വെച്ചാണ് നടക്കുന്നത്. അതുതന്നെ ഓരോ വിശ്വാസിക്കും ഒരു വല്ലാത്തൊരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ശ്രേഷ്ഠാചാര സഭ കോഴിക്കോടിൻ്റെ കാർമ്മികത്തിലാണ് ഇത് തുടങ്ങുന്നത്. പുലർച്ചെ 5 മണിക്ക് മുതൽ തുടക്കം കുറിക്കും. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.